Catch a boat, chase a peak and catch and win, la la la. You for galaxy, come on, catch and win. Let's get pacing nice along the breezy wall. Wanna freak again, take a leap. Race, race, talking battle to the chase. പൊന്മണമൊഴുകിയ കൈവഴി ഇരുവഴി ദൂരെ മിന്നി വെൺപ്രാവു പോലും ഈ ചെമ്പുകിലുരുകിയ കനലുകളെഴുതിയ കഥകളി കത്ത് പനങ്കിഴിയേ ദൈവത്തെ കത്തിച്ചതും വീശി പട്ടം കെട്ടി പൊട്ടും കുത്തി Race, race, talking battle to the chase. Race, race, talking battle to the chase. Catch a boat, chase a peak and catch and win, la la la. You for galaxy, come on, catch and win. Let's keep pacing nice along the breezy wall. Wanna freak again, take a leap. Race, race, talking battle to the chase. Race, race, I'm talking battle to the chase. കോഫി 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 ഡോക്ടർ എബി ജോൺ എബ്രഹാം, ഇന്ത്യയിലെ മികച്ച യങ് കാർഡിയോളജിസ്റ്റുകളിൽ ഒരാൾ. ഇയാളുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. എവിടെ പോകുന്നു, ആരെ കാണുന്നു, അങ്ങനെയല്ല. എൽഡോയ്ക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായോന്ന്? ഡോക്ടർ എബി ജോൺ എവിടെ പോകുന്നു, ആരെ കാണുന്നു, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പേടിക്കാനൊന്നുമില്ല. 24 hours ഒബ്സർവേഷൻ കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റാം. താങ്ക്സ്. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റ്സ് ഡോക്ടർ. ഫോർ വാട്ട്? അറിഞ്ഞില്ലേ, ഈ വർഷത്തെ ഏറ്റവും നല്ല കാർഡിയോ സർജനുള്ള IMA അവാർഡ് ഡോക്ടർക്കാണ്. ഓ റിയലി? ഞാൻ അറിഞ്ഞില്ല. ഡോക്ടർ ബി ചെലവുണ്ട് കേട്ടോ. ഓക്കെ ഷുവർ, താങ്ക് യു.
എബി ഇതിലും വലിയ അവാർഡുകൾ ഇനിയും നിന്നെ തേടി അതെ 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 എങ്കിലേ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് കൂടാൻ പറ്റുള്ളൂ അല്ലേ വിവേക? പറയുന്നത് കേട്ടതൊന്നും കാരണമില്ലാണ്ട് ഇങ്ങനെ കൂടാൻ പറ്റില്ലെന്ന് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നാറ്റിക്കല്ലേ നിർമ്മു? എടി എടി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് ചില്ലറ കാര്യമാടി. നിർമ്മു ആണോ ഇരിക്കുഞ്ഞ്? താങ്ക്സ് ടു ഗോഡ്, ദൈവത്തിന് നന്ദി. ഓഹോ, ദൈവത്തിന് മാത്രമേ നന്ദിയുള്ളൂ. ഭാര്യയായ എനിക്ക് ക്രെഡിറ്റ് ഒന്നുമില്ലേ? എന്റെ നീ അല്ലേ എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. ദൈവം ഭാര്യയും മതി. എവിടെ പോയി? ഈ അച്ചുമോളെ ആർക്കും വേണ്ട അല്ലേ? അങ്ങനെ അങ്ങ് പറയല്ലേ. ഈ അവാർഡിനേക്കാളൊക്കെ ഞങ്ങൾക്ക് വലുത് ഈ സുന്ദരി കുട്ടിയല്ലേ. ആണോ? പിന്നല്ലാതെ. നാളെ രാവിലെ ഡോക്ടർ ബാംഗ്ലൂർക്ക് പോകും. ഫ്ലൈറ്റ് IC 302. അതെ അതെ അതെ. ആ ഫ്ലൈറ്റിൽ ഒരു ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ നോക്കണം. ഓക്കെ. വളരെ കെയർഫുൾ ആയിരിക്കണം. സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഓ, ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു നിരഞ്ജ? പ്ലാനിങ്ങിൽ ഒരു പിഴവ് സംഭവിക്കരുത്, അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ. പപ്പ ഇന്ന് പോവണ്ട, നാളെ പോവാം. പപ്പയ്ക്ക് കോൺഫറൻസിന് പോകണ്ടേ? അല്ലേലും ഈ പപ്പയ്ക്ക് എന്നും കോൺഫറൻസാ. പപ്പ കോൺഫറൻസിന് മാത്രമല്ലല്ലോ, മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിക്കാൻ കൂടിയല്ലേ പോകുന്നത്. അപ്പൊ പപ്പയ്ക്ക് പോകണ്ടേ? അത് ശരിയാ. ആ എവിടെ അല്ല, പപ്പായ്ക്ക് ശരിക്കും എന്താ പണി? ഡോക്ടർ തന്നെയാണോ? അല്ലടി, ഡോക്ടർ അല്ലടി. ഞാൻ ഇന്ന് ശരിയാക്കി തരാം. ആഹാ, പപ്പയും മോളും കൂടെ കിന്നാരം പറഞ്ഞിരിക്കുകയാണോ? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. അസൂയൊന്നുമല്ല. ഇപ്പൊ പുറപ്പെട്ടാലേ കറക്റ്റ് ടൈമിന് എയർപോർട്ടിലെത്തും. എബിക്ക് ട്രാഫിക്കിന്റെ കാര്യം അറിയാലോ? ഓ, ഐ നോ. നീ എന്റെ സ്പീച്ചിനുള്ള നോട്ട്സ് ഒക്കെ എടുത്തു വെച്ചോ? ഉണ്ട് ബി. അത് ശരി. വാ. തിരിച്ചു വരുമ്പോഴും ഇതാണ് അവസ്ഥയെങ്കിൽ മിക്കവാറും ഞാൻ ബാംഗ്ലൂർ എത്തിയാലും നിങ്ങൾ വീട്ടിലെത്തുമെന്ന് തോന്നുന്നില്ല. മമ്മിയുടെ ഷോപ്പിംഗ് കൂടി കഴിയുമ്പോ പപ്പ പറഞ്ഞത് കറക്റ്റ് ആകും. ഓഹോ, മമ്മി ഷോപ്പിംഗ് ചെയ്യുന്നതേ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയാ? എന്താ അത് വേണ്ടേ? അത് ശരിയാ. എബി, മറ്റന്നാൾ അവാർഡ് സെറമണി, അതും മോളുടെ ബർത്ത്ഡേ പാർട്ടിയും കൂടെ ക്ലാഷ് ആവോ? എങ്കിൽ പപ്പായെ ഞാൻ ഷൂട്ട് ചെയ്യും. അയ്യോ, എന്നാ അവാർഡ് വാങ്ങിക്കാതെ നമുക്ക് ബർത്ത്ഡേ അടിച്ചു പൊളിച്ചാലോ? എക്സാക്ട്ലി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. ഓക്കെ. ഹലോ എബി, എത്തിയോ? ഞങ്ങൾ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. എത്ര മണിക്കാ മീറ്റിംഗ്? മമ്മി പപ്പയാ. ഒന്ന് അടങ്ങിക്കോ അച്ചു. ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. പപ്പ ഇന്ന് തന്നെ തിരിച്ചു വരുമോ? ഇല്ലല്ലോ കുട്ടാ, മീറ്റിംഗ് കഴിയുമ്പോ ലേറ്റ് ആവില്ലേ? അത് സാരമില്ല, രാത്രി വന്നാ മതി. മോള് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പപ്പ ട്രൈ ചെയ്യാട്ടോ. ഓക്കെ ഓക്കെ പപ്പ.
മോള് പോയി കുളിക്ക്. പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. ബി എ ഗുഡ് ഗേൾ. ഗോ ഹാവ് യുവർ ബാത്ത്. ഗോ. Good evening, doctor. Good evening. How are you doing? Yeah, fine, doing good. This is Dr. Abhi John. Hello, sir. Hello. Your key. Okay, thank you. Just give me a call once you're ready. Okay, Okay. fine, see you. അച്ചോ, ഈ ടിവിയുടെ വോളിയം ഇത്ര ഒച്ചത്തിൽ വെക്കരുത്. എത്ര തവണ പറഞ്ഞതാ. ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെ പോയിരിക്കാ? ഈ പപ്പ വഷള. നിയ, എബി, ജോൺ. ഐ എം സോറി നിയ, അച്ചു ഇവിടില്ല. But she's fine. Just for the time being. No, അച്ചു, അച്ചു. അച്ചു, അച്ചു. മോളെ. അച്ചു. മോളു, അച്ചു. God. ഞാൻ പറഞ്ഞല്ലോ നിയ, നിങ്ങളുടെ മോൾ ഇവിടെ ഇല്ല. നിങ്ങൾ ആരാ? എന്റെ മോൾ എവിടെ? Too many questions. ഞാൻ ആരായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്റെ മോൾ എവിടെ? പറ, എന്റെ മോൾ എവിടെ? You wanna kill me? Okay. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ മകൾ അച്ചു ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ്. ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും ഞാൻ അയാളെ വിളിച്ചില്ലെങ്കിൽ അയാൾ കരുതും ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന്. ആ നിമിഷം അയാൾ നിങ്ങളുടെ മകളെ കൊല്ലും. ദ ലോജിക് ഇസ് സിമ്പിൾ. ഞാൻ ജീവിച്ചിരുന്നാൽ അച്ചു സേഫ്. ഇനി പറയാ, എന്നെ കൊല്ലണോ? എന്നെ കൊല്ലണോ? You wanna kill me? You wanna kill me? You wanna kill me? Thank you, ladies and gentlemen. Now, I would like to invite the famous cardiologist and IMA award winner, Dr. Abhi John Abraham, to give his presentation. Ladies and gentlemen, it indeed is a very good evening to see such renowned persons in front and having a chance to address them. I thank the organizers for giving such an opportunity
and a platform to share our thoughts. Please. El diavolo lee un misterio, lee un secreto, lee el diavolo. നിങ്ങൾക്ക് പണല്ലേ വേണ്ടത്? തരാം, എത്ര വേണമെങ്കിലും തരാം. പക്ഷെ എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. തിരക്ക് കൂട്ടല ഇനിയാ. ജസ്റ്റ് റിലാക്സ്. അവളൊരു കൊച്ചു കുട്ടിയാ. ഏത് കുട്ടിയും ഈ സാഹചര്യത്തിൽ 24 മണിക്കൂർ ജീവിക്കും. 24 hours? പക്ഷെ എന്റെ മോള്. ഈ ഗെയിം അങ്ങനെയാണ്, എ ടൈം ബൗണ്ടഡ് ഗെയിം. ഇത് 24 മണിക്കൂർ കൊണ്ടേ അവസാനിക്കൂ. പക്ഷെ അതുവരെ എന്റെ മോളൊരു പേഷ്യന്റാ. പേഷ്യന്റ് അല്ലെങ്കിലും ഡോക്ടർ എബി ജോണിന് എല്ലാരും പേഷ്യൻസ് ആണല്ലോ. ഞാൻ പറയുന്നത് സത്യ. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നോക്കൂ, നോക്ക്, ഇതൊക്കെ അവളുടെ മെഡിസിൻസാ. ഷീസ് ആൻ ആസ്തമ പേഷ്യന്റ്. സ്മോക്കോ സ്ട്രെസ്സോ പൊടി ഒന്നും അവൾക്ക് പറ്റില്ല. പറഞ്ഞ സമയത്തിന് എന്താ വിളിച്ചേ? കുട്ടിക്ക് എങ്ങനെയുണ്ട്? ആ കുട്ടി കുഴപ്പമൊന്നുമില്ല. മയക്കത്തില്ല. ഹാർട്ട് ബീറ്റ് നോക്ക്. ഹാർട്ട് ബീറ്റോ? ഹൃദയമെടുപ്പ് നോക്കാൻ. ആ പടപട നിരിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. തന്റെ അല്ല, കുട്ടിയുടെ നോക്കാൻ. ഓ ആ പടപട നിരിക്കുന്നുണ്ട്. കുട്ടിക്കും കുഴപ്പമൊന്നുമില്ല. അവിടെ എത്തിയ ജനൽ തുറക്കരുത്. കുട്ടിക്ക് തണുപ്പടിക്കാതെ നോക്കണം. ഓക്കെ? കുട്ടിക്ക് മാത്രമല്ല, എനിക്ക് തണുപ്പ് പറ്റിയല്ല. അറിയാലോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്മോക്ക് ചെയ്യരുത്. സ്മോക്കോ? സിഗരറ്റ് വലിക്കരുതെന്ന്. സിഗരറ്റ് വലിക്കരുത്. അങ്ങനെ ശരിയാവും? ശരിയാവില്ല. ഓക്കെ. Okay, good night. El diavolo lee un misterio, lee un secreto. El diavolo lee un misterio, lee un secreto. Excuse me? Yes? Good evening, doctor. Good evening. ഹായ്, ഐ എം ശ്വേത. ഞാൻ ഡോക്ടറുടെ സ്പീച്ച് കേട്ടിരുന്നു. എക്സലന്റ്, ബ്രില്യൻറ്റ്. Thank you. ഡോക്ടർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എൻ്റെ റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. വിരോധമില്ലെങ്കിൽ ഡോക്ടറുടെ റൂമിൽ നിന്ന് റിസപ്ഷനിലോട്ടൊന്ന് വിളിച്ചു പറയാവോ? അവിടെ ഫോണുണ്ട്. ഹൗസ് കീപ്പിംഗിൽ വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഡോക്ടറുടെ 1-2 ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ട് ഞാൻ. അന്ന് മുതൽ ഡോക്ടറെ കാണണമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു. പ്രോഗ്രാം ഹാളിൽ വെച്ചാവുമ്പോൾ ഡോക്ടറെ എനിക്ക് തനിച്ച് കിട്ടില്ലല്ലോ. സോറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല ഞാൻ. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാ നിങ്ങൾ.
അച്ചുമോളുടെ പപ്പ. വാട്ട് യു മീൻ? യുവർ ഡോട്ടർ ഇസ് കിഡ്നാപ്ഡ്. മകൾ മാത്രമല്ല, നിങ്ങളുടെ ഭാര്യയും. വാട്ട്? നൗ ഗെറ്റ് ഇൻ. ഏയ് നോ, പോലീസിനെ വിളിക്കാനാണെങ്കിൽ വേണ്ട. വിളിച്ച ആ നിമിഷം എന്റെ ഫ്രണ്ടിന്റെ ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റ് നിങ്ങളുടെ മകളുടെ ജീവൻ എടുക്കും. ഗിവ് മീ യുവർ മൊബൈൽ. എന്റെ മോൾ ഇപ്പൊ എവിടെയുണ്ട്? സേഫ് ആയൊരിടത്ത്, പോലീസിന് പോലും എത്താൻ പറ്റാത്തൊരിടത്ത്. ഓ അടിക്കുന്നു അടിക്കുന്നു. ധരിച്ചാൻ എത്തിയോ? എത്തി എത്തി, ഇപ്പോഴെത്തേ ഉള്ളൂ. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഹലോ, എന്തായി കാര്യങ്ങൾ? എല്ലാം പെർഫെക്റ്റ്. ഡോക്ടർ കൊടുക്ക്. ഹലോ. ഹലോ ഡോക്ടർ, ഐ എം നിരഞ്ജൻ. ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഞാനിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മുന്നിലാണ്. മിസ്സസ് നിയ എബി ജോണിന്റെ മുന്നിൽ, നിങ്ങളുടെ വീട്ടിൽ. പേടിക്കണ്ട, ഷീ സേഫ്. എനിക്ക് എന്റെ വൈഫിനോട് സംസാരിക്കണം. ഏയ് ഹലോ അബി, എവിടെ അബി? നമ്മുടെ മോള്. നിയ കരയാതെ, ഞാൻ നോക്കിക്കോളാമെല്ലാം. നമ്മുടെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല. അവിടെ എങ്ങനെങ്കിലും നമുക്ക്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പക്ഷെ നമ്മുടെ സോറി ഡോക്ടർ, എനിക്ക് ഈ സെന്റിമെന്റ്സിലൊന്നും യാതൊരു താല്പര്യമില്ല. കാര്യങ്ങളുടെ ഗൗരവം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പണം, ക്യാഷ്. തരാം. എത്ര വേണം? 1 കോടി രൂപ. എന്താ പറഞ്ഞത്? 1 കോടി രൂപയോ? വാട്ട് യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. ഇവിടെ ഞാൻ പറയും, നിങ്ങൾ കേൾക്കും. ഞാനാണ് ഡോക്ടർ, നിങ്ങൾ പേഷ്യന്റ്. ഇനി ഞാൻ തീരുമാനിക്കും നിങ്ങളുടെ മകൾ ജീവിക്കണോ വേണ്ടയോന്ന്. നിങ്ങൾ ആവശ്യപ്പെട്ട ക്യാഷ് ഞാൻ തരാം. പക്ഷെ എന്റെ മോള്, അവളൊരു ക്രോണിക് ആസ്മ പേഷ്യന്റ് ആണ്. 2 മണിക്കൂർ ഇടവിട്ട് അവൾക്ക് മരുന്ന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കാൻ? ചത്തുപോവോ? ഹേ റിലാക്സ് ഡോക്ടർ. നിങ്ങൾ ആദ്യം ക്യാഷ് അറേഞ്ച് ചെയ്യൂ. 1 crore rupees. Not a penny less, not a penny more. അതിന് 24 മണിക്കൂർ സമയം തരും. 24 hours. മമ്മി, മമ്മിയെ കാണണം. എനിക്ക് മമ്മിയെ കാണണം. പറ്റില്ല പറ്റില്ല. എനിക്കെന്റെ മമ്മിയെ കാണണം. എനിക്ക് മമ്മിയുടെ അടുത്ത് പോണം. കരയരുത് കരയരുത്. എനിക്ക് മമ്മിയുടെ അടുത്ത് പോണം. കരയരുത്. എനിക്ക് വീട്ടിൽ പോണം. എനിക്കെന്റെ മമ്മിയെ കാണണം. കരയരുത് കരയരുത്.
മമ്മി മമ്മി വരും വരും ഇപ്പൊ വരും ഇപ്പൊ വരും ദാ 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 എന്ത് പറ്റി എന്ത് പറ്റി തണുക്കുന്നോ ഇനി 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 എന്താ എന്താ ചെയ്യാ എന്താ ചെയ്യാ മോളെ 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 നിരഞ്ജ നിരഞ്ജ ഈ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്തു പറ്റി? ശ്വാസം കിട്ടാതെ കണ്ണും പിടിച്ച് അയ്യോ കണ്ടാ പേടിയാവും. സിഗരറ്റ് വലിച്ചോ? ഏയ് ഇല്ല ഇല്ല ഇല്ല. കുട്ടിക്ക് അലർജി ഉണ്ടാക്കുന്നൊന്നും ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? ആ ഇല്ല 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 ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ മോക്കെന്ത് പറ്റി? കുട്ടിക്ക് ശ്വാസം കിട്ടുന്നില്ലെന്ന്. ആ ഹലോ, എന്റെ മോക്ക് വേഗം ബ്ലാക്ക് കോഫി കൊടുക്ക്. എന്താ എന്താ കട്ടൻ കാപ്പിന്ന്. ഞാൻ എന്താ വേണ്ടത്? താൻ ഇവര് പറയുന്ന പോലെ ചെയ്യ് വേഗം. ആ black coffee, black coffee, coffee, coffee. Kuടി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്തിന് ഇത് നമ്മുടെ പ്ലാനിങ് ഇല്ലല്ലോ. പറയുന്നത് കേട്ടാ മതി. ആ ആ ആ ഇത് 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 പ്ലാനിങ് ഇല്ല. ആ പണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്നെ പോലെ ഒരാളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മുഖം ഞാൻ ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് പോലീസിന്റെ സഹായത്തോടെ ലോകത്ത് എവിടെയായിരുന്നാലും എനിക്ക് നിങ്ങളെ കണ്ടെത്താനാവും. ഡോക്ടറുടെ ബാലിശമായ കണക്കൂട്ടൽ കാണുമ്പോ സത്യത്തിൽ എനിക്ക് സിമ്പതിയാ നിങ്ങളോട് തോന്നുന്നത്. ഇത് ഞങ്ങൾ ആദ്യമായല്ല. ഞങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ല. ഇനി അഥവാ ഞാൻ പോലീസിന്റെ പിടിയിലായി എന്ന് കരുതുക, അപ്പോഴെന്ത് സംഭവിക്കും? എന്നെ മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, എന്റെ കൂട്ടാളികളെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പിടിക്കപ്പെട്ട അവർ നിങ്ങളുടെ മകളെ കൊന്നിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഇനി പറയൂ, ഈ കേസിൽ പോലീസിനെ ഇൻവോൾവ് ചെയ്യിക്കണം? ഹലോ, ഹലോ. എന്തായി ഡോക്ടർ തീരുമാനം? ഞാൻ പറഞ്ഞല്ലോ തരാമെന്ന്. എന്റെ മോളെ എനിക്ക് വേണം. ഡോക്ടർ ആദ്യം ക്യാഷ് അറേഞ്ച് ചെയ്യൂ, ബാക്കി പിന്നെ അല്ലേ. ഡോക്ടർ, a good news for you. ഞാനും ഡോക്ടറിന്റെ വൈഫും കൂടെ ഇപ്പോൾ ഒരു യാത്രയിലാണ്. വാട്ട്? യെസ്, ഒരു യാത്ര. എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ. ഡോക്ടറിന്റെ മകൾക്ക് മെഡിസിൻസ് എത്തിക്കാൻ. എന്താ എന്റെ മോൾക്ക് എന്താ പറ്റിയത്? ഹലോ ഹലോ, അയാളെ വിളിക്കൂ. ഡോക്ടർ എന്തിനു ടെൻഷൻ അടിക്കുന്നു? അതറിയണമെങ്കിൽ നിങ്ങൾ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളെയും വെറുതെ വിടില്ല ഞാൻ. സംഭവിക്കാതിരിക്കേണ്ടത്
ഡോക്ടറെക്കാളും ഞങ്ങളുടെ ആവശ്യമാണ്. പിന്നെ നിങ്ങളുടെ കുട്ടി ജീവിച്ചിരുന്നാലല്ലേ വിലയുള്ളൂ. മരിച്ചാൽ എന്ത് വില ഡോക്ടർ? മകളെ കാണുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആയി അപകടം ക്ഷണിച്ചു വരുത്തരുത്. നിങ്ങളും നിങ്ങളുടെ മകളും എപ്പോഴും ഗൺ പോയിന്റിലാണെന്ന് ഓർക്കണം. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഗോ. മോളെ, അച്ഛാ. Are you okay? ഓക്കേ മമ്മി. അയാള് മോളെ ഒരുപാട് ഉപദ്രവിച്ചോ? ഇല്ല മമ്മി. മോളെ എവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത്? അറിയില്ല മമ്മി. Don't worry, okay? നരജ, ഇത് കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ. മോളു, listen to അമ്മ, okay? മറക്കാതെ every 2 hours ഈ മരുന്ന് മോള് കഴിക്കണം, okay? അപ്പൊ മമ്മിയോ? അമ്മ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും. മതി, ടൈംസ് അപ്പ്. സമയം ഒരുപാടായി. ഹലോ. എനിക്ക് മമ്മിയുടെ അടുത്ത് പോവാം. നിങ്ങൾ പറഞ്ഞ നമ്പർ പറയേണ്ടത് മാത്രം പറയുക. ആ എബി, വിവേക്, നീ വീട്ടിലാ? ഇല്ല, ഷോപ്പിലാ. പോവാൻ കുറച്ച് ലേറ്റ് ആവും. വിവേക്, ഞാൻ വിളിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ട് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? കുറച്ച് ക്യാഷ് നാളെ ബാങ്ക് ടൈമിൽ എനിക്ക് ബാംഗ്ലൂർ കിട്ടണം. എത്ര? ഒരു 25 lakhs. 25 lakhs? എന്തു പറ്റി? അത് പെട്ടെന്നൊരു അത്യാവശ്യം. ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. ആ, ഞാൻ നാളെ രാവിലെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നിന്നെ വിളിക്കാം. നാളെ ബാങ്ക് ടൈമിൽ ക്യാഷ് റെഡിയാണെന്ന് വിളിച്ച് പറ തന്റെ ഫ്രണ്ടിനോട്. അതിനിനിയും സമയമുണ്ടല്ലോ ഡോക്ടർ. ഡോക്ടർ മദ്യപിക്കാറുണ്ടല്ലേ? ഹലോ. ഫോർ യു. ഹലോ. എന്തായി ഡോക്ടർ ക്യാഷിന്റെ കാര്യം? അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ വൈഫിനോട് സംസാരിക്കണം. എബി, നിയ, നമ്മുടെ മോൾക്ക് എന്താ പറ്റിയത്? നമ്മുടെ മോക്ക് വീണ്ടും ശ്വാസം മുട്ടൽ വന്നു. എന്നിട്ട് എബി, ഞാൻ നമ്മുടെ മോളെ കണ്ടു. അവക്ക് മെഡിസിൻസ് കൊടുത്തു.
ഇവർക്ക് എന്താ വേണ്ട ചൊവ്വേ കൊടുക്ക്. നമ്മുടെ മോക്കെന്തൊക്കെ പറ്റിയ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് മോളുള്ളത്. നീ പേടിക്കാതെ, ക്യാഷിന്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. എബി പ്ലീസ് ഡു സംതിങ്. ഡോണ്ട് വറി. നീ ഫോൺ അയാൾക്ക് കൊടുക്കും. യെസ് ഡോക്ടർ. നാളെ ബാങ്ക് ടൈമിൽ ക്യാഷ് റെഡി ആയിരിക്കും. അതെവിടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ മതി. പറയാം. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ഡീലിൽ ചെറിയൊരു ചേഞ്ച്. ചേഞ്ച്? വാട്ട് യു മീൻ? ഡോക്ടർക്ക് മകളോടുള്ള സ്നേഹത്തിന്റെ ആഴമറിഞ്ഞപ്പോൾ തോന്നിയൊരു ചേഞ്ച്. മകളെ വിട്ടുകിട്ടണമെങ്കിൽ എനിക്ക് 2 കോടി രൂപ വേണം. 2 കോടിയോ? നിങ്ങൾ എന്തായി പറയുന്നത്? യെസ്, എനിക്ക് വേണ്ടത് 2 കോടി രൂപയാണ്. 2 crores. No, I cannot do this. You should do this. ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഡോക്ടർ എബി ജോൺ. ഡോക്ടറിന്റെ മകൾക്ക് ഞാനിന്ന് മെഡിസിൻ എത്തിച്ചില്ലേ? അവളുടെ ജീവൻ രക്ഷിച്ചില്ലേ? ഡോക്ടർ ചെയ്യേണ്ട ജോലിയല്ലേ ഞാൻ ചെയ്തത്? അതിനൊന്നും ഒരു വിലയില്ലേ ഡോക്ടർ? ഞാൻ ഉണ്ടാവണം. അതിന് ഞാനിട്ട വിലയാണ് ഈ 1 കോടി. ഡോക്ടർ എത്രയും പെട്ടെന്ന് 2 കോടി ഉണ്ടാക്കണം. അതനുസരിച്ച് മാത്രമേ ഡോക്ടറിന്റെ മകൾ ജീവിക്കണോ വേണ്ടോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റൂ. ഹലോ ഹലോ നിരഞ്ജൻ, ഹലോ. നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു അച്ഛന്റെ അമ്മേന്റെ വേദന നിങ്ങൾക്കറിയോ? I don't care. അനേകായിരങ്ങളുടെ കാണപ്പെട്ട ദൈവമല്ലേ ഡോക്ടർ? ആ ദൈവം എന്ത് ചെയ്യണോന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ സത്യത്തിൽ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ 2 കോടി 3 കോടി ആവാൻ ഡോക്ടറുടെ പ്രവൃത്തി മാത്രം മതി. ഒപ്പം മോളുടെ ജീവൻ നഷ്ടപ്പെടാനും. കരയല്ലേ മോളെ, കരയല്ലേ കരയല്ലേ. അസുഖം കൂടില്ലേ, അസുഖം കൂടില്ലേ. ഇവിടെ കാട്ടിൽ കാട്ടിലൊരു സിംഹമുണ്ട്. കരയുന്ന കുട്ടികളെ പിടിക്കുന്ന സിംഹം. കരയില്ലേ കരയില്ലേ. സിംഹം സിംഹം കാട്ടില് കാട്ടില്. മോള് പേടിച്ചു പോയാ? മോള് പേടിക്കണ്ട. സിംഹം വന്നാ നമ്മൾ ആന ഇറക്കി സിംഹത്തിന് ഓടിക്കും. ജലദോഷം പിടിച്ചാനേ അന്നപ്പുറത്ത് തരണോ? ആനപ്പുറത്ത് തരണോ? വിവേക്, നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചേ പറ്റൂ. എന്താ എബി നീ പറയുന്നത്? 1 കോടി എന്നൊക്കെ പറയുമ്പോ അത് വിവേക്, നിനക്ക് എന്റെ സിറ്റുവേഷൻ മനസ്സിലാവാത്തോണ്ടാ. തിരിച്ചു വന്ന ഉടനെ ഞാൻ തരാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. ഹോസ്പിറ്റലിന്റെ ഒരു ആവശ്യത്തിനാ. നാളെ തന്നെ പേയ്മെന്റ് ഇവിടെ കൊടുക്കണം. എങ്ങനെയെങ്കിലും എന്നെ. ഞാൻ ശരിയാക്കാം. നിനക്ക് എപ്പോഴാ വേണ്ടത്? നാളെ ബാങ്ക് ടൈമിൽ. പിന്നെ എവിടെ പോവാ? എനിക്ക് ബാത്റൂം പോണം.
അതെങ്ങനെയാടാവുക ശരിയാവുന്നേ? നീ ആദ്യം വാങ്ങിച്ച കാശ് താ, എന്നിട്ട് അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. നിർമ്മലേ, എടി നിർമ്മോയേ, എടി ഒന്നിങ്ങ വന്നേ. അതെ, ഒന്ന് വേഗം വന്നേ. അതെ, നീ പണ്ട് എനിക്ക് തന്ന പോലൊരു സിഗ്നൽ കണ്ടോ? ഒന്ന് പോയിച്ചായ. ഓ എടി, എന്റെ മുഖത്തേക്കല്ല, ദേ അങ്ങോട്ട് നോക്കിക്കേ. നീ ഒരു കണ്ണടച്ചു നോക്കിക്കേ. കണ്ടോ? എനിക്കൊന്നും കാണാൻ മേല. ദേ പോവല്ലേ, ദേ സൂക്ഷിച്ചു നോക്ക്. ഇപ്പൊ ഒരു ഇവിടേക്ക്. ഇപ്പൊ ഒരു അതെ, ഇപ്പൊ അകത്തെ എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. നിങ്ങളുടെ വട്ടം കെട്ടോണ്ട് നിന്നാ ഒന്നും നടക്കുകയല്ല. അതെ, പിന്നെ വന്ന്. പുറത്താരായാലും പ്രോബ്ലം നീയുടേതാ. അത് നന്നായി കൈകാര്യം ചെയ്താൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നീങ്ങും. നിർമ്മലാന്റി, മോൾ ഉറങ്ങിയോ? ഉറങ്ങി. അതാ ഒരു അനക്കും ഇല്ലാത്ത. പിന്നെ ഞാൻ വന്നത്, ഇവിടുത്തെ ഇലക്ട്രിക് ലൈനിന് വല്ല കുഴപ്പമുണ്ടോ? ബാത്റൂമിലെ ലൈറ്റ് കുറെ നേരമായിട്ട് ഓണും ഓഫും ആകുന്നെന്ന് മാത്തച്ചാൻ പറഞ്ഞല്ലോ. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ആന്റി. എന്തു പറ്റി? എന്താ പ്രശ്നം? പറ. ഞാൻ ഇവിടെ. ഹലോ ആന്റി. ഇതാരാ? എബിയുടെ ഫ്രണ്ടാണ്, ഡോക്ടർ ജോർജ് കുരുള്ള. ഡോക്ടർ ജോർജ്. എബി നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചത്? അതെ. അപ്പൊ എന്റെ മോനെ അറിയായിരിക്കുമല്ലോ, ഫിലിപ്പ് മാത്യു. ഫിലിപ്പിന്റെ മമ്മിയാ? അതെ. എന്നാ നമുക്ക് അവനെ ഒന്ന് വിളിക്കാം, ഒരു സർപ്രൈസ് ആവും. എന്താ പേര് പറഞ്ഞേ? ജോർജ്. നിയ, എൽഡോയെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. എന്റെ കോളേജ് എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഹലോ മോനെ, മമ്മിയാ. എന്തു പറ്റി? ആന്റി, ജോർജ് എബിയുടെ ഫ്രണ്ടല്ല. പിന്നെ എന്റെ ഫ്രണ്ടാ. എന്നാ ശരി, വരട്ടെ. അതെ, നീയാ. നീ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആന്റി, എല്ലാം ഞാൻ പിന്നീട് വിശദമായി പറയാം. തൽക്കാലം ഇത് വേറെ ആരും അറിയണ്ട. വെരി ഗുഡ് നിയ. പക്ഷെ ഇടയ്ക്ക് കളിച്ച ആ കളിയുണ്ടല്ലോ, ലൈറ്റ് കൊണ്ട്, ആ സമയത്ത് നീയുടെ മകളെ മറന്നു.
ഇനി ഇത് ആവർത്തിച്ചാൽ എന്നേക്കുമായി മകളെ മറക്കേണ്ടി വരും. ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ് ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ്. ഇനി മതി മോളെ മതി മോളെ മതി മോളെ. എന്റെ അച്ഛമോളെ, ഈ ആനയെങ്കിലും ഒരു മനുഷ്യനല്ലേ മനുഷ്യനല്ലേ മനുഷ്യനല്ലേ? മൂവ് ആണ് മൂവ് ആണ്. ഓ, ഏത് നേരത്താണോ എനിക്ക് ആനബുദ്ധി തോന്നിയത്? ആ, ഇറങ്ങിക്കേ ഗുളി കഴിക്കാൻ ടൈമായി. ടൈം. ഇതിലേ ഏത് ഗുളിയ മോളെ കഴിച്ച് പച്ച ചോപ്പ് വെള്ള പച്ച പച്ച ചുവപ്പ് ചോപ്പ് വെള്ള ചോപ്പ് പച്ച, ഇതിലേത് ഗുളിയ കൊടുക്കണ്ട്? എൻ്റെ ഈശോയെ, പണിയായല്ലോ. എന്നിട്ട് ഞാൻ വിളിച്ച ചീത്തക്കും. ശ്വേത വിളിക്കാം. ശ്വേത. എന്താ ഇപ്പൊ വിളിച്ചേ? കുട്ടിയുടെ മുന്നിലിരുന്ന് കഞ്ചാവ് പിടിച്ചോ? കഞ്ചാവോ? ഞാനോ? ഒന്നും പറയണ്ട. കഞ്ചാവ് പിടിച്ച് വെറുതെ കുട്ടിയെ ഉപദ്രവിക്കരുത്. ഹലോ, നിങ്ങൾ എന്റെ മോളെ എന്താ ചെയ്തത്? അതിനു മുമ്പ് നിങ്ങളുടെ കുട്ടി എന്നെ എന്താ ചെയ്തതെന്ന് ചോദിക്കേ. കുട്ടിക്ക് ഇപ്പൊ കൊടുക്കേണ്ട ഗുളികയുടെ പേരെന്താ? സാൽബ്യൂട്ടമോൾ ആൻഡ് സെറാഫ്ലോ. സർബത്തോ താൽമി? ഫസ്റ്റ് സാൽബ്യൂട്ടമോൾ ദെൻ സെറാഫ്ലോ. ഇതില് പച്ച ചോപ്പ് വെള്ള, ഇതിൽ ഏത് കളർ? വെള്ള സാൽബ്യൂട്ടമോൾ, ചോപ്പ് സെറാഫ്ലോ. ഓക്കേ, അടുത്ത തവണയും ഇതന്നെയല്ലേ? ഇഡിയറ്റ്, അത് തന്നെ. ഇയാൾ എന്റെ മോൾക്ക് ഫോൺ കൊടുക്ക, എനിക്ക് അവളോട് സംസാരിക്കണം പ്ലീസ്. സോറി ഡോക്ടർ. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ഗുളികൾക്ക് എന്തിനാ നിറം കൊടുത്തതെന്ന്. എന്നെ പോലുള്ളവർക്ക് വേണ്ടി ദൈവം കണ്ടുപിടിച്ച മാർഗമല്ലേ ഇത്? ആരാ? ഞാൻ കൃഷ്ണൻകുട്ടി, ഫോറസ്റ്റ് ഗാർഡാ. ഇവിടെ ഉണ്ടല്ലേ? ആര്? എന്ത്? വിജയൻ. വിജയൻ. ഇല്ല, നാട്ടിൽ പോയിരിക്കാം. അപ്പോ നമ്മളാരാ? ഞാൻ വിജയന്റെ ബന്ധു. എൽദോ. വേറെ ആരും ഇവിടെ ഇല്ലേ? ഞാനും പിന്നെ ഞാനും. വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ ജോളി ആയനെ. വെളുക്കുന്ന അറിയത്തില്ല. അല്ല, താനൊരു ഗ്ലാസ് എടുത്തേ. എന്തിനാ? നല്ല തണുപ്പ്. വിജയന്റെ സ്റ്റോക്ക് ആവുന്നുണ്ടല്ലോ, നമുക്ക് ഓരോന്ന് അടിക്കാവുന്നേ. ഞങ്ങൾ അങ്ങനാ. ഞാനങ്ങനല്ല. ഇവിടെ ഒന്നുമില്ലേ? കാര്യാക്കി പോയോ? അപ്പൊ പിന്നെ വേറെ എന്താണ് തണുപ്പ് മാറ്റാനൊരു വഴി? എന്നാ പിന്നെ ഒരു കട്ടൻ കാപ്പി കിട്ടൂ? ബ്ലാക്ക് കോഫി. ബ്ലാക്ക് കോഫി തരാം. നല്ല കടുപ്പം. ഞാൻ പ്രത്യേകം തയ്യാറാക്കി വെച്ചതാ. ആസ്മയ്ക്ക് നല്ല. ആസ്മയുണ്ടോ? എനിക്കില്ല. പിന്നാർക്ക്? ആർക്കൂല. തണുപ്പല്ലേ. വന്നാൽ കറക്റ്റ്. താങ്ക്സ്. പോട്ടെ, ഓ. പറ്റിയ നാളെ വരാം. എന്തിന്? സാധനമായിട്ടേ. വാറ്റേ. സമയം പോണ്ടേ, കടിച്ചു പറിക്കാൻ വല്ലതും ഉണ്ടാക്കി വെക്കാം. തീപ്പൊട്ടി ഉണ്ടോ? ഇല്ല സാർ, ഞാൻ എന്നേ വലിയിരുത്തി സാർ. ഇത് തീപ്പൊട്ടിയല്ലേ? അതെ, ഇതുകൊണ്ട് സീർട്ട് മാത്രമല്ലോ കത്തിക്കാൻ പറ്റുന്നത്. കറക്റ്റ്.
ഇവിടെ കുട്ടികളുണ്ടല്ലേ? ഇല്ലല്ലോ സാർ. അപ്പൊ കുട്ടികളില്ലല്ലേ? ഇല്ല സാർ. ഇത് പണ്ട് ഞാനൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ ആ കുട്ടി എനിക്ക് എനിക്കും വീക്ക്നെസ്. അപ്പോ പറഞ്ഞ പോലെ നാളെ കാണാം. ശരി. പോരട്ടെ. പേടിക്കാനൊന്നുമില്ല മോളെ. ഓ വിഷമിക്കല്ലേ. ആ വിവേക്, എന്തായി? എബി, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ ഇവിടെ കുറച്ച് ടൈറ്റാ. എന്നെ കൊണ്ട് പെട്ടെന്ന് നടക്കില്ല. വിവേക്, സോറി. നിനക്ക് നമ്മുടെ ഫ്രെഡി ഒന്ന് വിളിച്ചുകൂടായിരുന്നു? വിളിച്ചു, പക്ഷെ അവൻ സിംഗപ്പൂരിലാ. അപ്പൊ ഇനി എന്ത് ചെയ്യും? നോ ഐഡിയ. നാളെ ബാങ്ക് ടൈമിൽ മുഴുവൻ ക്യാഷ് കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ... എടാ, പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുമെന്നറിയാലോ. എനിക്ക് 2 ദിവസത്തെ സമയം താ. അപ്പോഴേക്കും ഞാൻ അറേഞ്ച് ചെയ്യാം. ശരി. ഹലോ. ആ നിരഞ്ജൻ. ഹലോ. ഹലോ ഡോക്ടർ, എന്തായി ക്യാഷിന്റെ കാര്യം? രഞ്ജൻ, നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഐ എം റിയലി ഹെൽപ്ലെസ്. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ മരണം മരുന്ന് വാങ്ങുമെന്ന് വാശി പിടിച്ച ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പേഷ്യന്റും ഞാൻ ഡോക്ടറുമാണ്. എൻ്റെ പേഷ്യന്റ് ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ ചാർജ് ചെയ്യുന്ന ഫീസാണ് 2 കോടി രൂപ. എനിക്കത് കിട്ടിയേ പറ്റൂ. ഡോക്ടർ എബി, ഞാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം തരും. അതിനിടയിൽ എനിക്കൊരു മറുപടി കിട്ടിയിരിക്കണം. ആ 10 മിനിറ്റ് തീരുമാനിക്കും നിങ്ങളുടെ മകളുടെ ജീവൻ, നിങ്ങളുടെ ഭാവി, അങ്ങനെയെല്ലാം. So you think, doctor. Think and give me an answer in 10 minutes. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ പോലെ ഒരാളിൽ നിന്നും എന്റെ മോളെ വെച്ച് ബാർഗെയിൻ ചെയ്ത് കൂടുതൽ കാശ് വാങ്ങാമെന്നോ? ആണോ? ടെൽ മീ. എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. ആദ്യം നിങ്ങൾ 1 കോടി ആവശ്യപ്പെട്ടു, പിന്നെ അത് 2 കോടിയായി. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ അത് ഇനിയും കൂട്ടും. നോക്ക്, ഞാനൊരു ഭീരുവാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വിളിച്ചറിയിച്ചേക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ, നിങ്ങളുടെ താളത്തിനൊത്തു തൊള്ളാൻ എന്നെ കിട്ടില്ലെന്ന്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ബാർഗെയിൻ ചെയ്താ നിങ്ങൾ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? എന്നാതൊന്ന് കാണണല്ലോ. എന്ത് ചെയ്യുന്നു പറയാൻ. നിനക്കറിയണമല്ലേ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു? കൊല്ലു ഞാൻ നിന്നെ.
ഹലോ. എന്തു പറ്റി നിനക്ക്? ഓക്കെ. ഹലോ, വാട്ട് യു ഡു ഡോക്ടർ? നിങ്ങൾ എന്താ അവളെ ചെയ്തത്? നിരഞ്ജൻ, സോറി, ഞാൻ അറിയാതെ. You bloody asking for more trouble. അറിയാതെ ചെയ്ത പ്രവൃത്തിയുടെ പ്രതികരണമാണ് നിങ്ങളിപ്പോ കേട്ടത്. ഇനി ഇത് ആവർത്തിച്ച നോ നിരഞ്ജൻ, അവളെ ഒന്നും ചെയ്യരുത്. എന്തായി ഡോക്ടർ, ക്യാഷിന്റെ കാര്യം? അത് ഇത്രയും പെട്ടെന്ന് ഇത്ര വലിയൊരു എമൗണ്ട് എന്നെ കൊണ്ട് പറ്റില്ല നിരഞ്ജൻ. കേട്ടില്ലേ ഡോക്ടർ? ഈ ശബ്ദം എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാം. ടൈം ഇസ് റണ്ണിങ് ഔട്ട്. അതിനു മുമ്പ് എനിക്കൊരു മറുപടി കിട്ടിയിരിക്കണം. നിരഞ്ജൻ, ഞാൻ തരാം. എനിക്കുള്ളതെല്ലാം വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ട ക്യാഷ് ഞാൻ തരാം. ഗുഡ്, വെരി ഗുഡ് ഡോക്ടർ.
going to die. BP കൂടി ഇപ്പൊ നിങ്ങളുടെ ഞരമ്പുകൾ പൊട്ടിത്തുടങ്ങി. ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള മെഡിസിൻ മിക്സ് ചെയ്ത് ഡ്രിങ്കാ നിങ്ങളിപ്പോ കഴിച്ചത്. നിങ്ങളെ സേവ് ചെയ്യാനുള്ള മരുന്നും എന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ഞാൻ തരണമെങ്കിൽ എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം. ഇല്ലെങ്കിൽ within 30 minutes you're going to die. വിളിക്കാനാ പറഞ്ഞത്. കോൾ വിളിക്കാൻ. നിങ്ങൾക്ക് ജീവൻ തിരിച്ചു വേണമെങ്കിൽ വിളിച്ച പറ എന്റെ മോളെ ഇവിടെ കൊണ്ടുവരാൻ. എന്താ പറ്റിയത്? എനിക്കറിയില്ല. ഫോൺ എടുക്കുന്നില്ല. എന്റെ മോക്കെന്താ പറ്റിയത്? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എടുക്കുന്നില്ല. എന്റെ മോക്കെന്താ സംഭവിച്ച? നിങ്ങളിപ്പോ ജീവിച്ചിരിക്കില്ല. Nia! Nia, open the door! Nia! Open the door! ഹലോ മമ്മി. മോളെ മോളിപ്പോ എവിടെയാ? എനിക്കറിയില്ല മമ്മി. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാ. മോളിപ്പോ എവിടെയാ ഉള്ളത് മോക്കറിയോ? ഇല്ല മമ്മി. അയ്യോ അച്ഛമോളെ എന്റെ വീട് മമ്മി. വേണ്ടോ 15 മിനിറ്റിനുള്ളിൽ എന്നെ കോൾ വന്നില്ലെങ്കിൽ കുട്ടിയെ കൊന്നോളഞ്ഞേക്ക്. മമ്മി എനിക്ക് മമ്മിയെ കാണണം. പ്ലീസ് ഇനിയെങ്കിലും അയാളോട് പറയൂ എന്റെ മോളൊന്നും ചെയ്യരുതെന്ന്. പ്ലീസ് പ്ലീസ്.
ഹലോ. കുട്ടിയൊന്നും ചെയ്യണ്ട. ഓ ഓ നീ വിളിക്കാൻ ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തുണ്ടാവുമായിരുന്നു അറിയോ നിനക്ക്? എന്തു പറ്റി അങ്കിൾ? നീ ഇപ്പൊ കളിച്ചത് മരണം കൊണ്ടാ. കൈവിട്ടു പോയാ പിന്നെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല, ദൈവത്തിന് പോലും. സെഡ്ജി നമസ്കാർ. ഐ എം ഡോക്ടർ എബി ജോൺ, വിവേക്സ് ഫ്രണ്ട്. സലാം ഡോക്ടർ സാബ്. എന്തായി രാത്രിയില്? സോറി, എനിക്ക് ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. കിത്തന? 1 കോടി. 1 crore? അതെ. പ്രോപ്പർട്ടീസ് ഡോക്യുമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ 2 ദിവസത്തിനുള്ളിൽ തരാം. ബിക്കോസ് ഐ എം ഇൻ ബാംഗ്ലൂർ. പണം എത്രയും പെട്ടെന്ന് വേണം. 1 crore അത് ഇത്ര പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോ ടീക്കേ, ഞാനൊന്ന് ആലോചിക്കട്ടെ. താങ്ക് യു സെഡ്ജി. സത്യം പറയട്ടെ, ഒരു കാർഡിയോളജിസ്റ്റിനേക്കാളും ഡോക്ടർക്ക് ചേരുന്ന കുപ്പായം ഒരു ഫിനാൻസറുടേതാണ്. ആരോടും കൃത്യമായി ക്യാഷ് ചോദിച്ചു വാങ്ങാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഡോക്ടർക്ക്. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങൾക്ക് കാശ് കിട്ടിയാ പോരെ. ദാറ്റ് വിൽ ബി ഡൺ. വിവേക്. വിവേക്, നീ സേട്ടിനോട് പൈസ വെച്ചിരുന്നു? യെസ്. എബി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ ക്യാഷ് തരാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ. പിന്നെന്താണ് നീ സേട്ടിനോട് ക്യാഷ് ചോദിച്ചേ? സത്യം പറ എബി, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, നത്തിങ്. പിന്നെ എന്തിനാടാ ഇത്രയും ക്യാഷ്? വിവേക്, ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ കാര്യത്തിന് തന്നെയാ. സത്യത്തിൽ അവർ ചോദിച്ചത്. ആരേ അവര്? വിവേക്, എല്ലാം ഞാൻ നേരിട്ട് പറയാം. ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാ. എബിക്ക് ക്യാഷിന്റെ ഇത്രയും വലിയ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതും ബാംഗ്ലൂരിൽ. അവൻ എന്തോ മറച്ചു വെക്കുന്നത് പോലെ. ഹോസ്പിറ്റലിലെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞത് ശരിയായിരിക്കും. എന്തിനായാലും ഒരു സമയവും സാവകാശവും ഒക്കെ വേണ്ടേ? ഈ രാത്രിയിൽ 2 കോടി രൂപ കൊണ്ട് എന്ത് പ്രൊജക്ട് ഉണ്ടാക്കാനാ? അവന് ശരിക്കും എന്തോ പ്രോബ്ലം ഉണ്ട്. നമുക്ക് നീ ഒന്ന് വിളിച്ചു നോക്കിയാലോ? മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ. സമയം ഇത്രയായില്ലേ? ഇനിയിപ്പോ രാവിലെ വിളിക്കാം. കോഫി മാഡം. താങ്ക് യു. ഡോക്ടറെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വന്നതാണെന്ന് കരുതിയല്ലേ? ഷുഗർ? ഡോക്ടറെ കണ്ടിട്ട് ഒരു ഷുഗർ പേഷ്യന്റ് ആണെന്ന് തോന്നുന്നില്ല. എനിക്ക് വേണ്ട. കം ഓൺ ഡോക്ടർ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കം ഓൺ. എനിക്ക് വേണ്ടെന്നല്ലേ. സോറി, ഐ എം റിയലി സോറി.
ഇപ്പൊ സംഭവിച്ചത് ഡോക്ടറുടെ ഒരു കയ്യബദ്ധം മാത്രമാണോ? എന്തോ അങ്ങനെ വിശ്വസിക്കാനൊരു പ്രയാസം. Please help me. I am trapped. എന്താ നേരത്തെ വിളിച്ചേ? അയാൾക്ക് ഫോൺ കൊടുക്കുക. നിരഞ്ജൻ, ഞാൻ വേണ്ട. ഇനി നമ്മൾ തമ്മിൽ ഒരു ഡീലും ഇല്ല, ഒരു കൂടിക്കാഴ്ചയില്ല. എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാം. നിരഞ്ജൻ, എനിക്ക് പറയാനുള്ള ഒന്ന് കേട്ടിട്ടും. നോ, എനിക്കൊന്നും കേൾക്കണ്ട. പലതവണ ഞാൻ വാൺ ചെയ്തതാ. നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്ന് കരുതിയ എനിക്ക് തെറ്റി. സോറി ഡോക്ടർ. ഇനി നിങ്ങളുടെ മകളെ നിങ്ങൾക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല. ജസ്റ്റ് ഫോർഗെറ്റ് ഹർ. എന്നേക്കുമായി. You cheat! Nia! Niranjan, no! ഹലോ ഹലോ നിരഞ്ജൻ, പ്ലീസ് അയാളോട് പറ എന്റെ മോളെ ഒന്നും ചെയ്യരുതെന്ന്. നോ, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. അതുകൊണ്ട് എല്ലാം മറന്നേക്ക്. Excuse me, what's the problem, sir? Dr. Abby John, room idara. 1211. Come on. അക്കടെ ಹೋಗು. എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയുണ്ടോ? എന്റെ മോളെവിടെ? Wait.
എന്താ നീയാ Thank God. നീയാ Ma'am, wake up. എന്റെ മോള് ഇവിടെ എന്റെ മോളെവിടെ? എൽഡോ വേഗം. നിരജ, പോലീസ് പോലീസ്. വാ. എബി, നമ്മുടെ മോള് അവൾക്കൊന്നും സംഭവിക്കില്ല. എന്താ? വാ. നീ വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കുക. ഒന്നും വരില്ല നമ്മുടെ മോൾക്ക്. എന്തായി? ഡോക്ടർ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെട്ടെങ്കിലും ഐ അഷോ യു വിത്തിൻ 24 hours ഞങ്ങൾ അവരെ പിടിച്ചിരിക്കും. നിങ്ങൾക്ക് അവരെ അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളും അല്ല കാര്യങ്ങൾ. അവരത്രയ്ക്ക് പ്ലാൻഡ് ആണ്. സി ഡോക്ടർ, ഞങ്ങളുടെ എബി, ഡോക്ടർ, ഇത് അയാളാണെങ്കിൽ ഈ കോൺവെർസേഷൻ മാക്സിമം പ്രൊലോങ് ചെയ്യണം. ഹലോ നിരഞ്ജൻ. ഓക്കെ മാൻ, ലൊക്കേറ്റ്. യെസ് സർ. ഡോക്ടർ അബദ്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. SMS, മീഡിയ, ഇപ്പൊ പോലീസ്, അങ്ങനെ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര. ഫാസ്റ്റ് ഫാസ്റ്റ്. ഓ ഷിറ്റ് മാൻ. ചിലരങ്ങനെയാ, എത്ര കൊണ്ടാലും പഠിക്കില്ല. ഏതായാലും ഈ അബദ്ധങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വിലയിടാൻ പോവാ. അതെത്രയാണെന്ന് അറിയണ്ടേ? 3 crores. വാട്ട്? 3 കോടിയോ? യെസ് മാൻ, യെസ്. മൂൻ. ഡോക്ടർ, യെസ്. നിങ്ങൾ ആവശ്യപ്പെട്ട ക്യാഷ് ഞാൻ തരാം. പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ എന്റെ മോളെ എനിക്ക് കിട്ടണം. തരാം. ബട്ട് ഐ ഡോണ്ട് വാണ്ട് എനി മോർ പ്രോബ്ലംസ്. നിങ്ങളുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളത് വെറും 2 മണിക്കൂറാണ്. അതിനുള്ളിൽ ക്യാഷ് റെഡി ആയിരിക്കണം. ഓക്കെ, ഞാൻ നിങ്ങളെ എവിടെ വെച്ച് മീറ്റ് ചെയ്യും? പറയാം. Come on. നടക്കണം അങ്ങോട്ട്. എന്താ പ്രശ്നം സാറേ? എനിക്കൊന്നും അറിയില്ല. Take him. ദാ 3 കോടി. ഇവിടെ ഒന്ന് സൈൻ ചെയ്യൂ. കണ്ടീഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? യെസ്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇവിടെയും കൂടി. ഓക്കെ ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, നിങ്ങൾക്ക് ഈ ക്യാഷ് നഷ്ടപ്പെടില്ല. അതിനു മുമ്പ് ഞങ്ങൾ അവരെ പിടിച്ചിരിക്കും. സോറി, പോലീസ് ഈ കാര്യത്തിൽ ഇടപെടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എബി, നീ എന്തായി പറയുന്നത്? പോലീസിന് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഈ ക്യാഷ് ട്രാൻസാക്ഷനിടയിൽ നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്റെ മോളുടെ ജീവൻ നഷ്ടപ്പെടും. ഡോക്ടർ പ്ലീസ്. സോ പ്ലീസ്. ഹലോ. ഹലോ ഡോക്ടർ. നമ്മുടെ ഡീലിൽ ചെറിയൊരു ചേഞ്ച്. ട്രാൻസാക്ഷനിൽ റിസ്ക് കുറയ്ക്കാനുള്ള ഒരു സജഷൻ. കാശിന് പകരം എനിക്ക് വേണ്ടത് അതേ വിലക്കുള്ള ഡയമണ്ട്സ് ആണ്. ഡയമണ്ട്സ്? അതെ. ഞാൻ പറയുന്ന സ്ഥലത്ത് നിന്ന് മാത്രം വാങ്ങുന്ന
ഒറിജിനൽ ഡയമണ്ട്സ്. മനസ്സിലായോ? ആ യെസ്. ഇനി ഡയമണ്ട്സ് എവിടെ നിന്ന് വാങ്ങണം, എവിടെ കൈമാറണം? നോട്ട് ഇറ്റ് ഡൗൺ. സർ, ഇയാൾ എന്തിനാ ക്യാഷ് മാറ്റി ഡയമണ്ട്സ് ആക്കിയത്? ബിക്കോസ് ഇറ്റ്സ് എ ബോൺ ക്രിമിനൽ. കറൻസി ആവുമ്പോൾ നമുക്ക് സീരിയൽ നമ്പർ നോട്ട് ചെയ്ത് അവനെ ഫോളോ ചെയ്യാൻ സാധിക്കും. വിത്ത് ഡയമണ്ട്സ് ദർസ് നോ ചാൻസ്. ഹലോ. താങ്ക് യു. ഓക്കെ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. എ കോൾ ഫോർ യു. ഹലോ. ഹലോ ഡോക്ടർ, ഇറ്റ്സ് മീ. നൗ വിത്തിൻ 15 minutes നിങ്ങൾ മെറൈൻ ഡ്രൈവിലെത്തണം. അവിടെ GCDA കോംപ്ലക്സിൽ ഒരു പബ്ലിക് ബൂത്ത് ഉണ്ട്. അവിടെ എൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഡു ഇറ്റ് ഫാസ്റ്റ്. ഹലോ. യു ആർ ഓൺ ടൈം ഡോക്ടർ. വെരി ഗുഡ്. പിന്നെ ചെറിയൊരു മാറ്റം. വിത്തിൻ 10 minutes ബാർട്ടൺ ടവറിലെത്തണം. പക്ഷേ നിങ്ങളുടെ കാറിൽ വേണ്ട. പിന്നെ ദാറ്റ്സ് യുവർ ചോയ്സ്. ഹലോ. 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 ഓൺ ടൈം ഡോക്ടർ. ഇനി നേരെ ബസ് സ്റ്റാൻഡിലെത്തണം. നിങ്ങൾ എന്തായി പറയുന്നേ? വിത്തിൻ 10 minutes and wait for my call. ഹലോ.
സോറി ഡോക്ടർ. എന്നെ എങ്ങനെ അറിയാം? ഡോക്ടർ എബി ജോൺ അല്ലേ? അതെ. ഡോക്ടർ അറിയാത്ത ആരാ ഉള്ളത്? ഡോക്ടർ, ഐ എം ഗെറ്റിംഗ് ലേറ്റ്, ഐ എം സോറി. ഹലോ നിരഞ്ജൻ, ദിസ് ഈസ് ടു മച്ച്. എന്റെ മോൾ എവിടെ? എനിക്കറിയാം ഡോക്ടറിന് ടെൻഷൻ. നമ്മുടെ ഗെയിം അവസാനിക്കാൻ പോവുക. വീണ്ടും ഒരു ചേഞ്ച് ഉണ്ട്. നിങ്ങൾ നിൽക്കുന്നിടത്ത് വേസ്റ്റ് ബോക്സിൽ ഒരു മൊബൈൽ ഉണ്ട്. ടേക്ക് ദാറ്റ്. ഹലോ ഹലോ. ഹലോ. Now you have to board a bus. Bus number KL158178. Hey, stop! Hey, stop! വണ്ടി എടുത്ത്. ഹലോ നിരഞ്ജൻ, ഞാൻ ബസ്സിനകത്താണ്. ഡോക്ടർ, ഇനി ആ ഡയമണ്ട്സ് പുറത്തേക്ക് അറിയണം. എന്തായി പറയുന്നേ? ആ ഡയമണ്ട്സ് പുറത്തേക്ക് അറിയാൻ ഡു വാട്ട് ഐ സേ. നോ, എന്റെ മോളെ കിട്ടാതെ ഞാൻ ഇത് തരില്ല. എന്റെ മോൾ എവിടെ? നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങളെ കാത്ത് അവിടെ മോളുണ്ടാവും. എനിക്കിപ്പോ എന്റെ മോളെ വേണം. നൗ ഡു വാട്ട് ഐ സേ. ഡു ഇറ്റ്. പുറത്തേക്ക് അറിയാൻ. എറിയാൻ. Do what I say. നിയ, എബി, നമ്മളെ മോൾ എവിടെ? എബി, മോൾ എവിടെ? അവള് വരും. നമ്മുടെ മോള്. ഹലോ നിരഞ്ജൻ, എന്റെ മോൾ എവിടെ? എന്റെ മോൾ എവിടെ? എബി, എബി, ഇയാളാ നമ്മുടെ മോളെ. ഇയാളാ നമ്മുടെ മോളെ കൊണ്ടുപോയത്.
എന്റെ മോൾ എവിടെ? എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞ എന്റെ മോൾ എവിടെ? നിങ്ങൾ ആവശ്യപ്പെട്ട കാശ് മുഴുവൻ ഞാൻ തന്നില്ലേ? എനിക്ക് എന്റെ മോളെ കിട്ടണം. എന്റെ മോൾ എവിടെ പറയാൻ. മകള് ഒരു ദിവസം മകളെ കാണാതായപ്പോ സഹിക്കുന്നില്ലല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഉണ്ടായിരുന്നു ഒരു മകൾ. ഈ വീട്ടിൽ സന്തോഷത്തോടെ ഓടിക്കളിച്ചിരുന്ന എൻ്റെ മകൾ, എൻ്റെ മീനു. ഡോക്ടർ ഓർക്കുന്നുണ്ടോ എൻ്റെ ഈ മകളെ? ഓർക്കുന്നുണ്ടോന്ന്? മിസ്റ്റർ നിരഞ്ജൻ, ടു ടെൽ യു ദ ട്രൂത്ത്, നിങ്ങളുടെ കുട്ടിയുടെ അസുഖം അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാവുന്ന ഒന്നല്ല. ഇറ്റ്സ് ക്വൈറ്റ് സീരിയസ്. ഡോക്ടർ. ഹലോ. മിസ്റ്റർ പ്രസാദ്. ഓക്കെ ഞാനത് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു, ബൈ. ഓ, അപ്പം ഞാൻ പറഞ്ഞത്, യെസ്, കുട്ടിയുടെ ഹാർട്ടിൻ്റെ 2 ചേമ്പറിനിടയിൽ സെപ്റ്റത്തിൽ ഒരു ഹോളുണ്ട്. ദിസ് പ്രോബ്ലം ഈസ് കോൾഡ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. ചെറുപ്പത്തിലെ ഉണ്ടായതാണ് ഈ ഹോൾ. അതിപ്പോൾ വളർന്ന ഒരു ലൈഫ് ത്രെട്ടണിങ് ഡിസീസായി മാറിയിരിക്കുന്നു. സോ നമ്മുടെ മുമ്പിൽ ഇനി ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇമ്മീഡിയറ്റ് സർജറി. സർ, എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഡോക്ടർ. നോ, വി ഹാവ് ടു ഗോ ഹെഡ് വിത്ത് സർജറി. ഡു വൺ തിങ്, ഹോസ്പിറ്റൽ മാനേജർ ബാലകൃഷ്ണനെ ചെന്ന് കാണും. ബാക്കി ചെയ്യേണ്ട ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞുതരും. ഓക്കെ? ഡോക്ടർ. ഹലോ. യെസ്. അതെ. ഇല്ല, ഞാനത് നോക്കിയായിരുന്നല്ലോ. ഇല്ല, അത് വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ മതി. ഓക്കെ. സർജറിക്ക് മാത്രം 4 ലക്ഷം രൂപ ചെലവ് വരും. സർജറി ഉടനെ നടത്തണമെന്ന് ഡോക്ടർ എബി ജോൺ പറഞ്ഞത്. ആദ്യം നിങ്ങൾ ഈ എമൗണ്ട് അടച്ചിട്ട് വരൂ, എന്നിട്ട് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്യാം. സർ. ഓക്കെ, ഓപ്പറേഷനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ആയിട്ടുണ്ട്. ഇനി അഡീഷണൽ എക്സ്പെൻസും ഡോക്ടേഴ്സ് ഫീ ഉൾപ്പെടെ ഒരു 3 ലക്ഷം രൂപ കൂടി അടയ്ക്കണം. സർ, ഇനി 3 ലക്ഷം രൂപയോ? യെസ്, 3 ലക്ഷം. ഇതിൽ ഡോക്ടേഴ്സ് ഫീ 1.5 ലക്ഷം അടച്ചിട്ടില്ലല്ലോ. അത് പറയാനാ ഞങ്ങൾ വന്നത്. ആ അമൗണ്ടിന്റെ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം സർ. സഹായം എന്ന് പറഞ്ഞാൽ? കുറച്ച് ദിവസത്തെ സാവകാശം തരണം. അതിനിടയിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ക്യാഷ് അടച്ചോളാം. സോറി നിരഞ്ജൻ, ഒരു തരത്തിലും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അവസാന തീരുമാനം ഡോക്ടർ എബി ജോണ്ടേത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്യാഷ് അടച്ചാൽ അത്രയും പെട്ടെന്ന് സർജറി നടക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും നിരഞ്ജൻ? അതിപ്പോ നമ്മുടെ വീട് വിറ്റാലോ നിരഞ്ജ. അതല്ലാതെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. മോൾക്ക് എന്താ പറ്റിയത്? അപ്പയുടെ മോക്ക് ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. പാവയ്ക്ക് പനി വന്നുകൊണ്ട് അമ്മ എന്തിനാ കരയുന്നത്? അമ്മയ്ക്ക് വാവേ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. നിരഞ്ജ, ഒരു മിനിറ്റ്. എന്തായി? വില ഇത്തിരി കുറഞ്ഞാലും വീട് അവർ വാങ്ങാൻ ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ക്യാഷിന് 2 ദിവസം സമയം വേണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡോക്ടർ എബി ജോണിനെ കണ്ട് അവസ്ഥ എന്ന് പറഞ്ഞാലോ, അദ്ദേഹം ചിലപ്പോൾ സഹായിച്ചാലോ.
ഈ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നമുക്ക് സർജറിയെ കുറിച്ച്. ഡോക്ടർ, ഞാൻ ഐസിയുലുള്ള മീനാക്ഷിയുടെ പറയൂ. പലതവണ ഞാൻ ഡോക്ടറെ കാണാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. കാര്യം പറഞ്ഞോളൂ. എന്റെ മോളുടെ സർജറിക്ക് വേണ്ടി അടയ്ക്കേണ്ട 7 ലക്ഷം രൂപയിൽ 5.5 ലക്ഷം രൂപ ഞാൻ അടച്ചിട്ടുണ്ട്. അതെന്റെ കഴിവിന്റെ പരമാവധിയാ. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ബാക്കി ഫീസിന്റെ കാര്യത്തിൽ ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങളെ മാനേജർ ബാലകൃഷ്ണനെ കണ്ടില്ലേ? കണ്ടു. അദ്ദേഹമാ പറഞ്ഞത് അടയ്ക്കേണ്ട ഫീസിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കേണ്ടത് ഡോക്ടറാണെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ ഈ സ്ഥാപനത്തിന് ചില പോളിസീസ് ഉണ്ട്. ഡോക്ടർ പ്ലീസ്, എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ബാക്കി അടയ്ക്കേണ്ട തുക ഞാൻ 2 ദിവസത്തിനുള്ളിൽ അടയ്ക്കാം. ഷുവർ. നിങ്ങൾ ആദ്യം ക്യാഷ് അറേഞ്ച് ചെയ്യൂ. അതുവരെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഓക്കെ ഡോക്ടർ? സി, റൈറ്റ് നൗ ഐ എം വെരി ബിസി. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ വലുതാണ്. അതുപോലെ എന്നെ കാത്ത് രോഗികളായ ഒരുപാട് കുട്ടികൾ ഈ ഹോസ്പിറ്റലിലുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ക്യാഷ് അറേഞ്ച് ചെയ്യൂ, എന്നിട്ട് വരൂ. മോളെ, മോളെ. നിരഞ്ജൻ, സമ്മതിച്ചു, തെറ്റെൻ്റേതാണ്. പക്ഷേ അതിന് എൻ്റെ മകളെ വെച്ച് വിലപേശുന്നതിൽ എന്താ അർത്ഥം? അവളെ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എങ്കിലേ പകരത്തിന് പകരമാകൂ. എങ്കിലേ ആ വേദന നിങ്ങൾ അറിയൂ. ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എന്റെ സ്ഥാപനത്തിന് ഒരു പോളിസി ഉണ്ട്, ഒരു എത്തിക്സ് ഉണ്ട്. എല്ലാവരും പോലെ എനിക്കും അത് ബാധകമാണ്. ചികിത്സയുടെ പേരിൽ മുഴുവൻ തുകയും മുൻകൂറായി വാങ്ങി നിങ്ങൾ നടത്തുന്ന പിടിച്ചുപറിക്കാണോ ആതുര സേവനം പോളിസി എത്തിക്സ് എന്നൊക്കെ പറയുന്നത്? നിരഞ്ജൻ, നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരമായി നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. എവിടെ വേണേലും എല്ലാം ഞാൻ തുറന്നു പറയാം. പക്ഷേ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, പ്ലീസ്. തരാം. പക്ഷേ ഇന്നല്ല, നാളെ. നാളെയോ? നാളെയല്ലേ നിങ്ങൾ മികച്ച ഡോക്ടർക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. നിങ്ങൾ പങ്കെടുക്കില്ല എന്നറിയിച്ച ചടങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണം. ആ പുരസ്കാരം നിങ്ങൾ ഏറ്റുവാങ്ങണം. അവിടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടും. പക്ഷേ ആ ചടങ്ങിൽ മറുപടി പ്രസംഗമായി നിങ്ങളൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. എന്നെപ്പോലെ 100 കണക്കിന് ആളുകളുടെ കണ്ണുനീർ വീണ പണം കൊണ്ട് നിങ്ങൾ നേടിയ അവാർഡ് കൊതിതീരെ കണ്ടുകൊണ്ട് കുറ്റബോധം താങ്ങാനാവാതെ നിങ്ങൾ എരിഞ്ഞൊടുങ്ങണം. മറിച്ച് എൻ്റെ വ്യവസ്ഥ തെറ്റിച്ച് നിങ്ങളൊരു കുമ്പസാരത്തിനൊരുങ്ങിയാൽ പിന്നെ നിങ്ങളുടെ മകളുടെ ജീവനോടെയുള്ള മുഖം നിങ്ങൾ കാണില്ല.
മെഡിക്കൽ സയൻസിന് തന്റെ അച്ചീവ്മെന്റ്സിലൂടെ പുതിയ അറിവുകളും പുതിയ തിയറികളും തന്ന ആളെന്ന നിലയിലാണ് ഡോക്ടർ എബി ജോൺ ഇവിടെ ആദരിക്കപ്പെടുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അദ്ദേഹമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ഈ അവാർഡ് വാങ്ങാനെത്തിയ ഡോക്ടർ എബിയുടെ ഡെഡിക്കേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും ഒരുപാട് പുതിയ അറിവുകൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പുരസ്കാരം നൽകുന്നതിന് IMA പ്രസിഡന്റ് ഡോക്ടർ പ്രസാദ് ലക്ഷ്മണനെയും പുരസ്കാരം ഏറ്റുവാങ്ങാനായി ഡോക്ടർ എബി ജോണിനെയും ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ എബി ജോൺ. Thank you, Dr. Prasad and Debbie. Now I request Dr. Ebi John to say a few words. Dr. Ebi? Dr. Ebi John? Please, Dr. Ebi John. Dr. Ebi John, please. ഞാനടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ ഡെഡിക്കേഷനെ പറ്റി, ഞാൻ ചെയ്ത സേവനങ്ങളെപ്പറ്റി ഇവിടെ പുകഴ്ത്തി സംസാരിച്ചു. ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ മെഡിക്കൽ എത്തിക്സ് മറന്ന് ഞാൻ തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയ ഹോസ്പിറ്റൽ സമുച്ചയങ്ങൾ പടുത്തുയർത്താൻ നമ്മൾ വ്യഗ്രതപ്പെടുമ്പോൾ ചികിത്സയ്ക്ക് പണമില്ലാതെ എല്ലാം വിറ്റുപറക്കുന്ന പാവങ്ങളുടെ കണ്ണുനീരും ശാപവും ഏറ്റതാണ് ഞാൻ വാങ്ങിയ ഈ അവാർഡ്. അതുകൊണ്ട് ഈ അവാർഡിന് അർഹനല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനിത് ആദരപൂർവ്വം തിരിച്ചു നൽകുന്നു. Sorry.
No! No! ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ എന്നെ മറന്നു, നമ്മുടെ മോളെ മറന്നു. നീ എന്നോട് Abby. മോളെ അച്ചുമോളെ മോളെ അച്ചുമോളെ മോളെ 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 കണ്ണു തുറക്ക് മോളെ. ഇനി നന്മ നിറഞ്ഞ ഒരു വാർത്തയിലേക്ക്. കേരളത്തിലെ ഒരു പ്രമുഖ ചാരിറ്റബിൾ സംഘടനയായ സഹായിക്ക് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ 3 കോടി രൂപ സംഭാവന നൽകി. സംഭാവന ചെയ്തയാളുടെ അഭ്യർത്ഥന പ്രകാരം തുക പാവപ്പെട്ട കുട്ടികളുടെ ചികിത്സാ സഹായത്തിനായി ഉപയോഗിക്കുമെന്ന് സഹായിയുടെ പ്രവർത്തകർ അറിയിച്ചു. It's a bull chase a beacon catching wind, la la la. You for galaxy, come on, I'm catching wind. Let your face nice and long, the breezy wall. Wanna bring it in, take a leap. Race, race, stalking battle trilogy.
മിഴിയേ ദൈവത്തെ കത്തിച്ചകം വീശി പട്ടം കെട്ടി